വർഷം 2025 ഡിസംബറിലെ അവസാനത്തെ ആഴ്ച. അന്ന് ഞാൻ അവിടെ ഒറ്റയ്ക്കാണ്. കൂട്ടുകാരൊക്കെ വീട്ടിൽ പോയേക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഉച്ച മുതൽ വൈകുന്നേരം വരെ ഫോണിൽ ഓരോ നോക്കിയിരുന്നിട്ട് അവസാനമായപ്പോഴേക്കും തലയ്ക്കിങ്ങനെ പ്രാന്ത് പിടിച്ച അവസ്ഥ. മതിയായി എനിക്ക് ഫോൺ ഉപയോഗിച്ചിട്ട്. ഞാനപ്പോൾ ഫോണെടുത്ത് സെറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് നേരെ ബെഡിൽ പോയിട്ട് ഒറ്റ കിടപ്പ കിടന്നു. എനിക്ക് മതിയായി. എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം. എനിക്ക് ഫോൺ ഉപയോഗിച്ച് മതിയായി. എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ അങ്ങനെ തോട്ടിന് വന്നുകൊണ്ടിരിക്കുക മനസ്സിലാക്കി. പിന്നെ ഞാൻ എപ്പോഴും ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോയി. പിന്നെ പെട്ടെന്നൊരു ഐഡിയ ഒന്ന് മനസ്സിലാക്കി. ഞാൻ ബെഡിൽ നിന്ന് വേഗം ചാടി എഴുന്നേറ്റ് നേരെ ഹോളിലേക്ക് പോയി. ഹോളിലൊരു ഷെൽഫ് ഉണ്ട്. ഷെൽഫ് ഞാൻ വലിച്ചു തുറന്നു. ആ ഷെൽഫിൻ്റെ അകത്തുനിന്ന് ഒരു പൊടി പിടിച്ച ബുക്ക് ഞാൻ പുറത്തേക്ക് എടുത്തു. കാലദുസൈനി എഴുതിയ ബുക്കിൻ്റെ പേര് 1000 സ്പ്ലെൻഡഡ് സൺസ് എന്നായിരുന്നു. എനിക്കൊന്നും അറിയണ്ടായില്ല ഈ ബുക്ക് എന്നെ തന്നെ മാറ്റാൻ പോവാന്ന്. ഇനി ഞാൻ അവിടെ പറയാൻ പോണത് ഈ ബുക്കിൻ്റെ കഥയോ അല്ലെങ്കിൽ ഈ ബുക്കിൻ്റെ റിവ്യൂയോ അങ്ങനെയൊന്നുമല്ല. ഒരൊറ്റ കാര്യം മാത്രം. നിങ്ങൾ എന്തുകൊണ്ട് ഈ ബുക്ക് വായിക്കണം? യുദ്ധങ്ങൾ, ഇസ്രായേൽ ഇറാൻ യുദ്ധം, റഷ്യ യുക്രൈൻ യുദ്ധം, നമുക്കറിയാം കുറച്ചാളായിട്ട് ഫുള്ള് യുദ്ധങ്ങളാണ്. രാവിലെ മുതൽ ന്യൂസ് പേപ്പറിൽ എല്ലാ ദിവസവും ഇതിനെപ്പറ്റി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം. വായിച്ചു വെച്ചിട്ട് ഒരു മരവിച്ച അവസ്ഥ. മരവിച്ചെന്ന് പറയാൻ കാരണം വേറെ ഒന്നല്ല, രാവിലെ മുതൽ വായിക്കുന്നതാണ്. അവിടെ ഇത്ര പേര് മരിച്ചു, ഇത്ര പേർക്ക് പരിക്ക് പറ്റി, ഇത്ര പേര് പലായനം ചെയ്തു, ഇത്ര പേര് പട്ടിണി. അങ്ങനെയൊക്കെ കാണുമ്പം വിഷമമുണ്ട് നമുക്ക് ഒബ്വിയസ്ലി. കാരണം ആൾക്കാരുടെ ജീവിതം തന്നെയാണല്ലോ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒന്നും ഫീൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഫീൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അറിയാഞ്ഞിട്ടാണോ എന്തോ അതിനപ്പുറത്തേക്ക് ഓക്കെ ഇത്ര പേര് മരിച്ചു, അതിൽ വിഷമമുണ്ട്, അതിനപ്പുറത്തേക്കൊന്നും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആ അവസ്ഥയിലാണ് എനിക്ക് ഈ ബുക്ക് കിട്ടിയത്. ഈ ബുക്ക് കിട്ടിയപ്പോ അല്ലെങ്കിൽ ഈ ബുക്കിലൂടെ എനിക്കൊരു കാര്യം കുറച്ചുകൂടെ ക്ലിയർ ആയി. നിങ്ങൾക്കറിയോ ഈ ഒരു യുദ്ധം കാരണം ഒരു സാധാരണ സ്ത്രീയുടെ ജീവിതം എങ്ങനെയൊക്കെ മാറി മറിയുന്നു? സ്ത്രീ പോട്ടെ, ഒരു പെൺകുട്ടിയുടെ ജീവിതം എങ്ങനെയൊക്കെ മാറുന്നു? അവൾ ഏതിലേക്കൂടെ ഒക്കെ കടന്നു പോകുന്നു? അവൾ എന്തൊക്കെ അനുഭവിക്കുന്നു? നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ബുക്കിൽ പറയുന്നത് അതുപോലത്തെ 2 പെൺകുട്ടികളുടെ കഥയാണ്. ചെല്ല്, പോയി വായിച്ചു നോക്ക്. യുദ്ധം കാരണം ജീവിതത്തിലെ സ്വപ്നങ്ങൾ കൊട്ടിയടക്കപ്പെട്ട ഒരു അഫ്ഗാൻ സ്ത്രീയായിട്ട് കുറച്ചാളൊന്ന് ജീവിച്ചു നോക്ക്. അപ്പോൾ ഓക്കെ.